கனவங்கள் தீப்படிக்க வாலி போல வால் எடுக்க வீர சூர வேட்டையாட போறா அழகாத கால போல மீச முறுக்கி வாரா இவன் முன்ன நின்னாலே யமனுக்கும் கொலை நடுங்கும் இவன் பேர சொன்னாலே சிவனுக்கும் படபடுக்கும் இவனால 8 திக்கும் 6 கூட்டம் எக்க தக்கம் எங்க வாழ்க்கை அவர் தானாக எல்லாம் அவர் பக்கம். റോഡിലാകെ കാലിലൂടെ ചോര പടർന്നു. അവളൊരു ആശ്രയത്തിനെന്നോണം ചുറ്റും നോക്കി. ആരും തന്നെ ഇല്ല. എടീ കയറ്. തന്റെ മുമ്പിൽ റോയൽ എൻഫീൽഡ് ബൈക്ക് ഇരച്ചു വന്നിരുന്നു. ആജ്ഞയെ ഒരുമിച്ചായിരുന്നു. കണ്ണുകളെടുത്ത് നോക്കി. കാശിനാഥൻ? അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവളില്ലാന്ന് തലയനക്കി. അവൻ അവളിലേക്ക് അവളുടെ കാലുകളിലേക്ക് മാറി മാറി നോക്കി. ഇട്ടിരിക്കുന്ന ചെരുപ്പ് തുളച്ച് ആണി കയറിയിട്ടുണ്ട്. ചോര റോഡാകെ നിറഞ്ഞ് തളം കെട്ടി. അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. കയറടി. അവൾ ഞെട്ടി അവനെ നോക്കി. കാലുകൾ അനക്കാൻ പറ്റുന്നില്ല. വേദന കാലിൽ മാത്രമല്ലെന്ന് തോന്നി. അവൻ അവളെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചു. അവൾ തടയുന്നതിനായി കൈകൾ പിൻവലിച്ചപ്പോൾ അവൻ അവളെ രൂക്ഷമായി നോക്കി. നീ ആയിട്ട് കയറിയ കുഴപ്പമില്ല, ഞാനായിട്ട് നിന്നെ കയറ്റരുത്. അവന്റെ താക്കീന്ന് നിറഞ്ഞ ശബ്ദം അവളെ ഭയത്തിലാഴ്ത്തി. അവൾ അവന്റെ പുറകിൽ കയറി. ബൈക്ക് വലിയ ശബ്ദത്തോടെ മുമ്പോട്ട് കുതിച്ചു. ബൈക്ക് മുന്നോട്ട് പോകുന്തോറും അവളുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു. അതൊരിക്കലും അവനെയായിരുന്നില്ല ഭയം. ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ഒരുമിച്ച് ബൈക്കിൽ കണ്ടാൽ മറ്റു പലതും പറഞ്ഞിറക്കുന്ന സദാചാര നാട്ടുകാരെയാണ്. അപ്പോൾ ഈ നാട് കണ്ട ഏറ്റവും വലിയ താന്തോന്നിയുടെ കൂടെ ഒരു ബൈക്കിൽ കയറിയാലത്തെ അവസ്ഥ പറയണ്ടല്ലോ. ഒറ്റത്തടിയായിട്ടാണ് ജീവിക്കുന്നത്. അച്ഛനോ അമ്മയോ ആരുമില്ല. ഈ നാട്ടിൽ വരുമ്പോൾ ഇയാളുടെ അമ്മയുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മയും മരിച്ചു. പിന്നെന്തൊക്കെയോ പണിയും മറ്റും ചെയ്ത് ജീവിക്കുന്നു. പെയിന്റിങ്ങും JCB ഓടിച്ച്. പിന്നെ കുറച്ചാൾ ഒരു ആനയെ നോക്കാൻ പാപ്പനായും പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും പേടിയാണ് ഈ കാശിനാഥന്. ഒന്ന് കണ്ട് രണ്ടാമത്തേന് തല്ലാണ്. പണി ചെയ്ത് കിട്ടുന്ന പൈസക്ക് അടിയും കുടിയും പെണ്ണുപിടിയും. നാട്ടിൽ പേരിട്ടൊരു ചേച്ചിയുണ്ട്, ശാന്ത. ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഇയാൾ ആ ചേച്ചിയുടെ വീട്ടിൽ വരുന്നതും പോകുന്നതും. അതുകൊണ്ട് തന്നെ ഇയാളുടെ ദൃഷ്ടി പതിഞ്ഞാൽ പിഴച്ചവളെന്ന പേര് വീഴും. പക്ഷെ ഞാനെന്ത് ചെയ്യും? ഇപ്പോഴും കാലുകളിൽ ഒരുതരം മരവിപ്പാണ്. കാലുകൾ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി. തലമുടി അലസമായി ഇട്ടിരിക്കുന്നു. കുഞ്ഞു കാപ്പിപ്പൊടി കണ്ണുകൾ. താടി അലസമായി വളർത്തിയിട്ടുണ്ട്. കറുത്ത ഒരു ഷർട്ടും മുണ്ടുമാണ് വേഷം. ഷർട്ടിന്റെ ബട്ടൺസ് 2 അഴിച്ചാണ് ഇട്ടിരിക്കുന്നത്. രോമാവൃതമായ നെഞ്ചിലൂടെ അവന്റെ നെഞ്ചിലെ കാശിനാഥന്റെ ടാറ്റു കാണാം. കറുത്ത ചരടിൽ കെട്ടിയിരിക്കുന്ന രുദ്രാക്ഷം ഷർട്ടിന്റെ ഇടയിലൂടെ പുറത്തേക്ക് വന്ന് കിടപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ അവനടിച്ച പെർഫ്യൂമിന്റെയും അവന്റെ വിയർപ്പിന്റെയും ഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. സഡൻ ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ അവൾ അവന്റെ പുറത്തേക്ക് ചാഞ്ഞിരുന്നു. ആർക്ക് വായു ഗുളിക വാങ്ങിക്കാൻ കെട്ടിയെടുക്കണം പന്ന മക്കളെ. കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ആരോ വണ്ടിക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മറ്റൊരു വണ്ടി നിൽക്കുന്നു. കവലയിലേക്ക് തിരിയുന്ന വളവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നാൽ വണ്ടികൾ കൂട്ടിമുട്ടും. കൂടാതെ 2 കൂട്ടർ ഹോൺ അടിച്ചില്ല. വണ്ടി മാറ്റടാ. കാശി അലറി. അവന്റെ അലർച്ചയിൽ അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവന്റെ തോളിൽ അമർന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ തലയിരിച്ച് അവളോട് ചോദിച്ചു. അവളില്ലാതെ തലയനക്കി. ചുറ്റും നോക്കി. എല്ലാവരും തങ്ങളെ തന്നെ നോക്കുവാണ്. എന്തോ ഒതുക്കിയിട്ടതുപോലെ. ചായക്കൊപ്പം കൊറിക്കാൻ കിട്ടിയ പുതിയ ചൂടുള്ള പലഹാരം പോലെ. അതിന് മാറ്റി കൂട്ടാൻ എന്ന പോലെ എൻ്റെ കാലിലൂടെ ഒഴുകുന്ന രക്തവും. അത് തന്നെ ധാരാളമായിരുന്ന ആൾക്കാർക്ക്. ബൈക്ക് വീണ്ടും മുമ്പോട്ട് ചലിച്ചു. അവൾ തലതാഴ്ത്തിയിരുന്നു. ചിലരുടെ മുഖത്ത് കാമത്താൽ നിറഞ്ഞ സന്തോഷം. അവൻ്റെ യോഗ എന്ന പോലെ. മറ്റു ചിലരിൽ സഹതാപം. നിനക്ക് ഇവനെയാണോ മോളെ കിട്ടിയതെന്ന പോലെ. മറ്റു ചിലരിൽ പുച്ഛം. കാഴ്ചകൾ മങ്ങുന്ന പോലെ തോന്നുന്നു. കൈകൾ അഴയുന്നു. തല അവൻ്റെ തോളിലേക്ക് ചേർത്ത് അവൻ്റെ വയറിൽ വട്ടം ചുറ്റി പിടിച്ച് ബൈക്ക് നിർത്തിയതുപോലെ തോന്നി. കണ്ണുകൾ അടഞ്ഞു. കാഴ്ച മറഞ്ഞു. ട്രിപ്പിട്ട് വാടിയ താമരത്തണ്ട് പോലെ കിടക്കുന്നവളെ നോക്കി അടുത്ത് തന്നെ ഇരുന്നു കാശിനാഥൻ. ഇന്നലെ ഉച്ചയായപ്പോൾ കൊണ്ടുവന്നാണ്. ചോര കുറെ പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. കൂടാതെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തലകറങ്ങി വീണു. നേരം വെളുത്തു വരുന്നേയുള്ളൂ. മരുന്നിന്റെ മയക്കത്തിലാണ് പെണ്ണ്. കാല് വേദനിക്കുമ്പോൾ മുഖം ചുളിക്കുന്നവൻ അത്ഭുതത്തോടെ നോക്കി. കവിളുകളിൽ തെളിയുന്ന നുണക്കുഴികളെ നോക്കി. നേഴ്സ് വന്ന് മരുന്ന് വാങ്ങാൻ കുറിപ്പെന്നിട്ട് പോയി. സന്തോഷത്തോടെ തന്നെ വാങ്ങി. ഇങ്ങനെ വാങ്ങി നൽകാനോ കൂട്ടിരിക്കാനോ ആരുമില്ലാത്തൊരുവന് ഒരു ദിവസത്തേക്ക് ദൈവം നൽകിയ വരം പോലെ തോന്നി അവന്. മരുന്ന് മേടിക്കാൻ ഫാർമസിയിലേക്ക് പോകുന്നേരം അവൻ അവളെക്കുറിച്ച് ചിന്തിച്ചു. ചുരിദാറുമിട്ട് നട്ടുച്ച വെയിലത്ത് നിൽക്കുന്ന കണ്ട് വണ്ടി നിർത്തിയതാണ്. കാലുകളിൽ നിന്ന് ചോര കണ്ടപ്പോൾ മറ്റൊന്നാണ് കരുതിയത്. പക്ഷെ കാല് തുളച്ചു കയറി ആണി കണ്ടപ്പോൾ തന്നെ കയറാൻ പറഞ്ഞു. അവൾ ഷർട്ടിൽ പിടിച്ച് ചേർന്നിരിക്കുന്ന നേരം ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നി. അവളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് മാത്രമാണ് കരുതിയത്. കവലയിലെത്തിയപ്പോൾ കണ്ടു ഞങ്ങളെ സംശയത്തോടെ നോക്കുന്ന കണ്ണുകൾ. ആരെയും മനഃപൂർവ്വം നോക്കിയില്ല. അല്ലെങ്കിൽ കള്ളും കഞ്ചാവും അടിയും പെണ്ണുപിടിയും അങ്ങനെ എനിക്ക് നാട്ടിലില്ലാത്ത പേരുകൾ വേറെ ഇല്ല. എന്തോ എന്നെപ്പറ്റി ഞാൻ തന്നെ ഓർത്തപ്പോൾ അവളെ രക്ഷപ്പെടുത്തേണ്ടെന്ന് തോന്നി.
നാളെ ഞാൻ കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം പോകരുതെന്ന് തോന്നി. കള്ളുടിക്കും, അടിയുണ്ടാക്കും. പെണ്ണ് കിടന്നു തരുന്നവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞാനും ഒരു മനുഷ്യനാണ്, വികാരവും വിചാരവുമുള്ള ഒരു സാധാ മനുഷ്യൻ. ചെറുപ്പം മുതൽ അനാഥനായി വളരുന്ന ഒരാണിന് വഴിതെറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഈ നാട്ടിൽ തന്നെയുണ്ട്. ശാസിക്കാനുള്ളവർ പോലും വഴിതെറ്റി പോകുന്നു. അപ്പോൾ ആരുമില്ലാത്ത ഒരാളുടെ കാര്യം പറയണം. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവളുടെ പേര് പോലും അറിയില്ല. കയ്യിലുണ്ടായിരുന്ന ബാഗ് നോക്കിയപ്പോൾ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും പേര് കണ്ടെത്തി, രുദ്രിത. മരുന്നുകൾ മേടിച്ച് മുറിയിലേക്ക് പോയി. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ മയക്കം വിട്ട് എഴുന്നേറ്റിരുന്നു. അവൻ മരുന്ന് മേശമേൽ വെച്ച് കസേരയിൽ വന്നിരുന്നു. അവൾ അവനായി ഒരു പുഞ്ചിരി നൽകിയെങ്കിലും അവൻ്റെ മുഖത്ത് ദേഷ്യം മാത്രമായിരുന്നു. അവൻ്റെ ദേഷ്യം കാണി അവൾക്ക് ഭയം നിഴലിച്ചു. എൻ്റെ പേര് രുദ്രിത, ഫോൺ തരുമോ, വീട്ടിലേക്ക് വിളിക്കാനാ? അവൾ തന്നെ മൗനത്തെ കയറി സംസാരിച്ചു. അവൻ അവളെ നോക്കി. എൻ്റെ ഫോൺ വീട്ടിലാ, ഇന്നലെ അവിടെ വെച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്നലെയോ? അവൾ ഞെട്ടി ചാടി എഴുന്നേറ്റു ചുറ്റും നോക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കിടന്നാ നീ, ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞു. ആരും അന്വേഷിച്ചു വന്നില്ലേ? ഇടറിയ ശബ്ദത്തോടെ ചോദിക്കുന്ന അവളിൽ അവൻ അവൻ്റെ അനാഥത്തെ കാണുകയായിരുന്നു. നീ ആരാന്നോ നിന്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. നിനക്ക് വീടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടാം, ഞാൻ ഡോക്ടറിനോട് സംസാരിക്കട്ടെ. അവൻ മരുന്ന് അവിടെ വെച്ചു. ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങി. കാലുകൊണ്ട് നടക്കാൻ വയ്യാത്തതിനാൽ അവൻ തന്നെ അവളെ താങ്ങി. ഒരു നോട്ടം കൊണ്ടുപോലും അവളെ ചീത്തയാക്കാതെ അവളെ സംരക്ഷിച്ചു. ബൈക്കിൽ അവനെ പിടിച്ചിരിക്കുമ്പോഴും അവളുടെ ഉള്ളം പിടച്ചു. അവൻ അവളുള്ളതിനാൽ പതിയെ വണ്ടി ഓടിച്ചു. കവലയിലെത്തിയപ്പോൾ കേട്ടു എല്ലാവരുടെയും കൂവികളെയും അടക്കി പിടിച്ചുള്ള സംസാരവും. അവൾ തലതാഴ്ത്തിയിരുന്നല്ലാതെ ആരെയും നോക്കിയില്ല. കവല കഴിഞ്ഞു. ആണി കാലിൽ കയറിയ സ്ഥലത്ത് വന്നപ്പോൾ വണ്ടി നിന്നു. കണ്ണുകളുയർത്തി നോക്കി. എവിടെയാ വീട്? മഹാദേവ ക്ഷേത്രമല്ലേ, അതിൻ്റെ സൈഡിലെ വഴിയിലൂടെ പോകുമ്പോൾ. ബാക്കി കേൾക്കാൻ നിൽക്കാതെ വണ്ടിയെടുത്തു. ക്ഷേത്രം കഴിഞ്ഞ് വണ്ടി നിന്നു. കുമാരമാഷിൻ്റെ മോള, ഇവിടുന്ന് 5ാമത്തെ വീട്. ഒരു മൂളൽ വീണ്ടും വണ്ടി മുമ്പിലേക്ക് പോയി. വണ്ടി മുന്നിലേക്ക് പോകും തോറും അവൾക്ക് കയ്യും കാലും വിറക്കുന്ന പോലെ തോന്നി. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞു വീടിൻ്റെ മുറ്റത്ത് വന്ന് വണ്ടി നിന്നു. അവളെ അവൻ ഇറക്കി. അവളുടെ ബാഗ് അവളെ ഏൽപ്പിച്ചു. വണ്ടി തിരിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? ഗംഭീരമുള്ള സ്ത്രീ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. നൈറ്റിയിട്ട് നിൽക്കുന്ന ഭദ്രകാളി. നൈറ്റി ഒന്ന് പൊക്കി ഇടുപ്പിൽ കുത്തി ഇടത് കൈയിലെ കുറ്റിച്ചൂല് വലത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് അവർ വീടിൻ്റെ പടിയിറങ്ങി വന്നു. അത് കണ്ട് രുദ്ര പുറകിലേക്ക് മാറി നിന്നു. അവർ അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് തള്ളി. കാലുകളിലെ വേദനയും നീറ്റലും കൊണ്ട് അവൾ നിലത്തേക്ക് വീണു. നിനക്ക് മതിയായെങ്കിലേ ഈ പഴച്ച സാധനം കൊണ്ടുപോയി കൊന്നേക്കണം. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കരുത്. ഇവൾക്ക് ഇവിടെ ആരുമില്ല. ഉണ്ടായിരുന്ന ഒരു പരട്ട കിളവനാ, അങ്ങേര് പരലോകത്തേക്ക് പോയി. ഇനി നിനക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ ആർക്കെങ്കിലും കൂട്ടിക്കൊടുത്തോ. നല്ല പൈസ കിട്ടുമെങ്കിൽ ഞാനും കൂടാം ആ കച്ചവടത്തിന്. അവളെ നോക്കി പുച്ഛിച്ച് പറഞ്ഞു മുറ്റത്തേക്ക് ആർക്കിച്ച് തുപ്പി. അവനവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മുമ്പിലേക്ക് എടുത്തു. ചെറിയമ്മ വേണ്ട. അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദത്തെ പോലും മറികടന്ന് അവളുടെ ശബ്ദം അവൻ്റെ കാതിൽ പതിച്ചു. അവൻ വണ്ടി നിർത്തി കണ്ണാടിയിലൂടെ നോക്കി. അവർ കയ്യിലുള്ള ചൂലും കൊണ്ട് അവളെ തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട്. അവൾ മുറ്റത്ത് കിടന്നുരുളുന്നു. കൈകൾ കൊണ്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരവളെ വീണ്ടും വീണ്ടും തല്ലുന്നു. അവൻ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി അവരുടെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി. അവളുടെ കാലിൽ നിന്നും കയ്യിൽ നിന്നെല്ലാം ചോര വരുന്നുണ്ട്. ഒന്നും ഞെരങ്ങിക്കൊണ്ട് അവിടെ കിടന്നല്ലാതെ അവൾ എഴുന്നേറ്റില്ല. ഡാ പോനെ, എന്റെ കൈ തടയൂ നീ! അവർ ആക്രോശിച്ചുകൊണ്ട് അവനിലേക്ക് ഓടിയെടുത്തവനെ പിടിച്ചു. തിരിച്ചവന്റെ മുഖത്തേക്ക് കൈകൾ വീശി. അവൻ അവരുടെ കൈകളെ തടഞ്ഞു കുടഞ്ഞെറിഞ്ഞു. ദേ തള്ളേ, കണ്ണും കേട്ടും മിണ്ടാ നിൽക്കാൻ ഞാൻ നിങ്ങളുടെ തന്തയൊന്നുമല്ല. എന്റെ മേത്തെങ്ങാനും തൊട്ടാ പെണ്ണാണ്, നല്ല പ്രായമുണ്ടെന്ന് നോക്കില്ല കാശി, പച്ചക്ക് കത്തിക്കും. അവന്റെ കണ്ണിലെ ദേഷ്യവും അവരുടെ നേരെ ചൂണ്ടിയ വിരലും കാണി അവർ പേടിച്ച് പുറകിലേക്ക് നീങ്ങി. അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. നേരെ നിൽക്കാൻ പോലും പറ്റാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനവൻ്റെ നെഞ്ചോരം തന്നെ ചേർത്ത് പിടിച്ചു. അവനെ ഒരു ആശ്രയത്തിനെന്നോണം ചുറ്റിപ്പിടിക്കാൻ പോലും അവളുടെ കൈകൾക്ക് ശേഷിയില്ലായിരുന്നു. മുറ്റം കടന്നൊരു സൈക്കിൾ വന്ന് നിന്നു. അതിൽ നിന്ന് 15 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നു. അമ്മേ, എന്താ? അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയുടെ നേരെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. കാശിനാഥൻ? അവൾ അറിയാതെ പറഞ്ഞു പോയി. അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന അവളുടെ കുഞ്ഞേച്ചിയെ നോക്കി. കാലിൽ നിന്നും കയ്യിൽ നിന്നും ചോര, ചുണ്ടും മുഖവുമെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അവൾ രുദ്രയുടെ അടുത്തേക്ക് നടക്കാനാഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ച് അവർ പുറകിലേക്ക് നീക്കി നിർത്തി. ഒരു രാത്രി മുഴുവൻ കണ്ട പെണ്ണുപിടി എൻ്റെ കൂടെ കിടന്നവളാ. അവൻ്റെ അവിടെ നോട്ടം കിട്ടി എൻ്റെ മോള് പിഴക്കും. അകത്ത് കയറിപ്പോ. അവർ ശാന്തമായാണ് പറഞ്ഞതെങ്കിലും വാക്കുകളിൽ അവജ്ഞയുണ്ടായിരുന്നു. രുദ്ര അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി കണ്ണുകൾ വലിച്ചു തുറന്നു. വാവേ,
കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തില്ലടാ. കണ്ണുകളിലെ കണ്ണുനീരിനൊപ്പം ചോര കൂടി കവിളിലൂടെ ഒലിച്ചിറങ്ങി. അകത്ത് കയറി പോകാൻ പറഞ്ഞാൽ ചെയ്തോണം. അവരുടെ ശബ്ദമുയർന്നപ്പോൾ അവൾ അകത്തേക്ക് ഓടി. രുദ്ര പേടിച്ച് അവനിലേക്ക് ചേർന്നു. അവൻ അവരെ നോക്കാതെ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. അവരവനെയും അവളെയും മറികടന്ന് അകത്തേക്ക് കയറി. അവൻ അവളെ ഇറയത്തിരുത്തി. അകത്തേക്ക് കയറിപ്പോയവർ ഒരു കെട്ട് ഫയൽ കൊണ്ടുവന്ന് ഇറയത്തേക്ക് എറിഞ്ഞു. നിന്റെ എല്ലാ രേഖകളും ഉണ്ട്, ഈ പറയിക്കോണം. ഇവിടെ മാനമര്യാദയോട് കൂടി എനിക്ക് തന്നെ മോൾക്കും ജീവിക്കണം. കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളൊന്നും കുടുംബത്തെ കയറ്റത്തില്ല. അവളെ തല്ലാനായി കൈയൊങ്ങി അവിടെ കൈകളിൽ പിടിച്ച് അവൻ എറിഞ്ഞു. ഞാൻ പിഴപ്പിച്ചതാണെങ്കിൽ ഞാൻ സംരക്ഷിച്ചോളാം ഇവിടെ. ഞാൻ തിന്നതിന്റെ ബാക്കി വേറെ ആരെങ്കിലും ചവിട്ടി മതിക്കാൻ വന്നാ. അവരുടെ നേരെ കൈകൾ ചൂണ്ടി അവൻ അവർക്ക് താക്കീത് നൽകി. രുദ്രയെ എഴുന്നേൽപ്പിച്ചു. നിനക്ക് എടുക്കാൻ എന്താണെന്നുള്ളത് വെച്ചാ എടുക്ക്. അവൻ അവളോട് ശാന്തമായി പറഞ്ഞു. നിങ്ങൾ പോയിക്കോ, ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. ഞാനിവിടെ. തളർന്ന ശബ്ദത്താൽ അവൾ അവനോട് പറഞ്ഞു. അവൻ അവളെ നിർത്തി നിലത്തിടുന്ന ഫയലൊക്കെ എടുത്ത് അവളുടെ കൈകൾ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവളെ ബൈക്കിൽ കയറ്റി. അവൻ്റെ ബൈക്ക് ആ വീടിൻ്റെ മുറ്റം കടന്നുപോയി. അവരെ നോക്കി കാർക്കിച്ച് തുപ്പി. ജനൽ വഴി നോക്കുന്ന ആ 15 വയസ്സുകാരി പെൺകുട്ടിയിൽ സന്തോഷമായിരുന്നു. കുഞ്ഞേച്ചി രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത്. അമ്പലത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടത്തേക്ക് തിരുന്ന വഴിയിലൂടെ വണ്ടി സഞ്ചരിച്ചു. വഴിയിലെ ഓരോ വീടിൻ്റെ മതിലിൽ നിന്നും ഓരോ തലകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു വീടിൻ്റെ മുമ്പിൽ വണ്ടി വന്ന് നിന്നു. അവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി. അവനും ഇറങ്ങി. ചപ്പും ചവറും നിറഞ്ഞ മുറ്റം. കരിയിലകൾ കിടക്കുന്ന കണ്ടാൽ മനസ്സിലാവും നാളുകളായി മുറ്റം ചൂല് കണ്ടിട്ടില്ലെന്ന്. ഉമ്മരത്തേക്ക് കയറി അവൾ അരപ്രൈസിലിരുത്തി. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആ കുഞ്ഞു വീട്ടിൽ വെട്ടമിട്ടു. അവൾ അകത്തേക്ക് കൊണ്ടുവന്നു. പൊടിയും തൊങ്ങലുമായി വീടിനുള്ളിലേക്ക് കയറി ഉടനെ അവൾ ചുമച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ചുണ്ടിൽ നിന്നുള്ള ചോര അവൻ്റെ ഷർട്ടിൽ പടർന്നു. അവളെ ഒരു കുഞ്ഞുമുറിയിലെ കട്ടിലിൽ കിടത്തി. ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം. അത്രയും പറഞ്ഞ അവൻ മുറിയുടെ വാതിൽ പൂട്ടി വീടും പൂട്ടി ഇറങ്ങി. അവൻ്റെ വണ്ടിയുടെ ശബ്ദം അവളുടെ കാതുകളിൽ നിന്ന് അകന്നുപോയി. ഒടുക്കുമ്പോൾ ഒരു നേർത്ത മൂളക്കം പോലെ തീർന്നു. എന്തു പറ്റിയതാ? ഡോക്ടറുടെ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകണമെന്ന് അറിയില്ലായിരുന്നു. അവൻ അവളെ നോക്കി. കണ്ണുകളടച്ച് മറ്റേതോ ലോകത്താ. വീണതാ ഡോക്ടർ, അവൻ പറഞ്ഞൊപ്പിച്ചു. ഈ മരുന്നൊക്കെ കൊടുത്തോളൂ. പിന്നെ ഇങ്ങനത്തെ വീഴ്ച ശരിയല്ല. ഭാവിയിൽ അത് ഒരുപാട് ദൂഷ്യം ചെയ്യും. നിങ്ങൾ പുതിയ ദമ്പതികളോട് എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നില്ലല്ലോ. അയാൾ കണ്ണട നേരെ വെച്ച് അവൻ്റെ കയ്യിലേക്ക് ചീട്ട് നീട്ടി. ഡോക്ടർക്ക് ഫീസ് കൊടുത്തു. ഡോക്ടറുടെ കൂടെ മരുന്ന് മേടിക്കാൻ പോയി. അവൾ കണ്ണുകളടച്ച് കിടന്നു. പതിയെ കണ്ണുകൾ തുറന്നു. ആരുമില്ല. ഒരു കുഞ്ഞു മഞ്ഞ വെട്ടം മാത്രം മുറിയിലുണ്ട്. ഒരു ഇടുങ്ങിയ മുറി, ഒരു കട്ടി. അതിൻ്റെ അറ്റത്ത് മുഷിഞ്ഞ തുണികളുണ്ട്. അയയിലുമുണ്ട് കുറേ മുഷിഞ്ഞ തുണികൾ. ഡോക്ടർ വന്ന് പോയപ്പോൾ കണ്ണുകൾ അടച്ചതാണ്. ഇപ്പോൾ വേദനകളെല്ലാം കുറഞ്ഞു. കാലിന് മാത്രം വേദന തോന്നുന്നു. പതിയെ എഴുന്നേറ്റിരുന്നു. തല കറങ്ങുന്നു. മിനിഞ്ഞാന്ന് രാത്രി എന്തോ കഴിച്ചതാണ്. വിശക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ? എന്തോ അയാളുടെ പേര് വിളിക്കാൻ പേടി പോലെ. അല്ല, എന്തിനാ പേടിക്കണ്ടേ? ഇപ്പോൾ ഞാൻ അയാൾ തിന്നുന്നൊരു ഭക്ഷണമാണ്. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നു? മരിക്കാൻ പേടിയുള്ളതുകൊണ്ട് മാത്രം ജീവിക്കുന്നു. ഈ കാലം അത്രയും സംരക്ഷിച്ച മാനം ഒരൊറ്റ രാത്രി കൊണ്ട് ആരുടെയൊക്കെയോ വാക്കുകളാൽ നഷ്ടപ്പെട്ടു പോയി. ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടാത്ത ഞാൻ ആരുടെയൊക്കെയോ വാക്കുകളാൽ കളങ്കപ്പെട്ടു. ഓർക്കും തോറും തൊലി ഉരിയുന്നു. മരിക്കാം. ആർക്കും വേണ്ടാതെ എന്തിനാ ജീവിക്കുന്നത്? മാനവുമില്ല, സ്വപ്നവുമില്ല, ആഗ്രഹവുമില്ല. ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. അയാൾ വന്നെന്ന് തോന്നുന്നു. വാതിൽ തുറന്ന് അയാൾ മുന്നിലേക്ക് വന്നു നിന്നു. ഇന്നാ നിനക്കുള്ള മരുന്നാ. അയാൾ മരുന്ന് കട്ടിലേക്ക് എറിഞ്ഞു. ഫുഡ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചിട്ട് മരുന്ന് കഴിക്കുക. എന്നെ നോക്കാതെ ആരോടുന്നില്ലാതെ പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തിരിഞ്ഞു. എനിക്ക് മരിക്കണം. അത്രമാത്രം വായിൽ നിന്ന് വന്നു. അയാൾ തിരിഞ്ഞു നോക്കി. പിന്നെ ഒരു പൂച്ച ചിരിയായിരുന്നു. ചിരിക്കുമ്പോൾ മാത്രം അയാളുടെ കവിളിൽ വിരിയുന്ന നുണക്കുഴിയിൽ നോക്കിയിരുന്നു. നിന്റെ കൈ കാണിച്ച്. ചിരി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കൈകൾ കാട്ടിക്കൊടുത്തു. നിന്റെ കൈ ഞാൻ കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ. ചാവണമെങ്കിൽ ചാവാം, ആരും തടസ്സം പറയില്ല. പക്ഷേ ഈ വീട്ടിൽ വെച്ച് വേണ്ട. പുറത്തു പോയി വല്ല വണ്ടിയുടെ അടിയിൽ ചാടോ, പുഴയിൽ ചാടോ, പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. അത്രയും പറഞ്ഞ അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അയാളുടെ വാക്കുകൾ ഓർത്തു. ശരിയാണ്, ഞാൻ മരിക്കാൻ തീരുമാനിച്ച ആരെനിക്ക് തടസ്സം നിൽക്കാനുള്ളത്? ആരുമില്ല. പിന്നെ ഞാനെന്തിനാ അയാളോട് അനുവാദം ചോദിച്ച്? വല്ലതും കഴിച്ചിട്ട് പോയി ചാ. പട്ടിണി കിടന്ന ചത്ത എന്നോട് വന്ന് ഈ പ്രതികാരം ചെയ്യില്ലേ? കളിയായി അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ട് ചുണ്ടിൻ്റെ അറ്റത്തൊരു ഇളം പുഞ്ചിരി വിരിഞ്ഞു. പതിയെ കാലുകളിൽ ബലം കൊടുക്കാതെ നടന്നു. ഹാളൊന്ന് നോക്കി. അത്യാവശ്യം വലിപ്പമുള്ള ഹാള്. ഹാളിൽ നിന്ന് 4 വാതിലുണ്ട്. ആദ്യത്തെ കയറി വരുന്ന വാതിൽ, രണ്ടാമത്തെ കിടന്ന മുറിയുടെ, മൂന്നാമത്തെ മറ്റൊരു മുറിയുടെ, നാലാമത്തെ അടുക്കളയിലേക്ക്. അടുക്കളയിൽ നിന്ന് പുറകുവശത്തെ ഇറയം, ഇറയത്തിൻ്റെ ഒരു മൂലയിലായി ബാത്റൂം.
അടുപ്പ് കാണാതെ പുറകുവശത്ത് അടുക്കള ഭിത്തിയോട് ചേർന്ന് അമ്മിക്കല്ലും തറ. അവിടുന്ന് മറുവശത്ത് മുറ്റത്ത് കെട്ടിയ ഒരു കിണർ. മേശയുടെ അടുത്ത് വന്ന് നിന്നു. മേശയിൽ പോലും പൊടി. ഒരു വര വരച്ചാൽ നല്ല കൃത്യമായി തെളിഞ്ഞു കാണാം. അതുപോലെ പൊടിയാണ്. ഇയാൾ എങ്ങനെയാണോ ഇതിൽ ജീവിക്കുന്നത്? അത് ശരിയാ, ഇയാളുടെ കിടപ്പ് ഇവിടെയല്ലല്ലോ, ശാന്ത ചേച്ചിയുടെ കൂടെയല്ലേ. പിന്നെ ഈ വീടെന്തിനു വൃത്തിയാക്കിയിടണം? പൊതിയുറന്ന് അവൾ കഴിക്കാൻ തുടങ്ങി. തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയുന്നില്ല. 2 ദിവസമൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു തൊണ്ടക്കുള്ളിൽ തന്നെ നിൽക്കുന്നു. വായ മുറിഞ്ഞുകൊണ്ട് എരിവ് ചെന്നപ്പോഴുള്ള നീറ്റിൽ വേറെ. കണ്ണുകളടച്ച് ഫുഡ് ഇറക്കി. വെള്ളത്തിനായി മേശ മുഴുവൻ നോക്കി. വെള്ളമില്ല. തൻ്റെ മുമ്പിൽ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിച്ചു. തൊണ്ടയിൽ എന്തെല്ലാമോ വേദന. വയറ്റിലൊന്നും ചെല്ലാത്ത പോലെ തോന്നുന്നു. വെള്ളം കുടിച്ച് കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ ആർത്തിയോട് ആഹാരം കഴിച്ചു. വെള്ളവും കുടിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമായി വയറു നിറയെ ആഹാരം കഴിച്ച പോലെ ഇന്നാണ്. കൈയും മുഖവും കഴുകി ഇറയത്തേക്ക് നടന്നു. അവിടെ കസേരയിലിരുന്ന് ഇറയത്തെ ഭിത്തിയിലേക്ക് കാലും കയറ്റി വെച്ച് ഫോണിൽ തോണ്ടുന്നുണ്ട് കാശി. അവളവൻ്റെ അടുത്ത് വന്ന് നിന്നു മുരടനയ്ക്ക്. അവൻ തലചിരിച്ച് അവളെ നോക്കി. ഇവിടെ നിന്ന് നേരെ വലത്തോട്ട് പോയാൽ നമ്മൾ വന്ന വഴിയിൽ അമ്പലം കാണും. അവിടുത്തെ അമ്പലക്കുളത്തിൽ ചാടിക്കോ. നീന്താൻ അറിയാൻ മേലാത്തൊരു ചാടിയാൽ പിന്നെ ശവം പോലും കിട്ടില്ല. സമയം കളയണ്ട. ഇപ്പൊ പോയ ഈ കാലം കൊണ്ട് സന്ധ്യാകുമ്പോൾ അവിടെ ചെല്ലാം. ദീപാരാധന കഴിഞ്ഞിട്ട് ആളുകളുണ്ടാവില്ല. ആരും തടയില്ല. അവളോട് പറഞ്ഞിട്ട് വീണ്ടും ഫോണിലേക്ക് നോട്ടം വായിച്ച്. അവളൊന്നും മിണ്ടിയില്ല. എനിക്ക് അവൾ പറയാൻ തുടങ്ങിയതും അവൻ അവളെ നോക്കി. അവൾ തലതാഴ്ത്തി. ജീവിക്കാനാണെങ്കിൽ ഇവിടെ കിടക്കാം. നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാം. എനിക്ക് ജീവിക്കണം. അത് ജീവിക്കാനുള്ള കൊതിയുണ്ടല്ല, മറിച്ച് മരിക്കാനുള്ള പേടിയുണ്ട്. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ നോക്കി. എന്നിട്ട് അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവൾ പാതി കെട്ടിയ ഭിത്തി അവൻ അഭിമുഖമായിരുന്നു. നീ എന്ത് ചെയ്യായിരുന്നു? ഡിഗ്രി കഴിഞ്ഞു, ഹിസ്റ്ററി. അവരാരാ? നിന്റെ ചെറിയമ്മ? അമ്മയുടെ അനിത്യയാണോ? അല്ല, അച്ഛൻ്റെ 2ാമത്തെ ഭാര്യ. എനിക്കെൻ്റെ അമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല. ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് അമ്മ പോയി. പിന്നെ അച്ഛനായിരുന്നില്ല. ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ട് അച്ഛൻ്റെ വീട്ടുകാർ 2ാമത് വിവാഹം കഴിപ്പിച്ചു. വസുന്ധര എന്ന അവരുടെ പേര്. അച്ഛൻ്റെയും ചെറിയമ്മയുടെയും മോള കാവ്യ. പാവ. ചെറിയമ്മേനെ പേടിച്ചിട്ടാ എന്നോട് മിണ്ടാത്തെ. അച്ഛൻ മരിക്കുന്നവരെ ചെറിയമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനും കൂടി പോയതിനു ശേഷം എന്നെ ഒരുപാട് ഉപദ്രവിക്കും. പഠിക്കാൻ വിടില്ലെന്ന് പറഞ്ഞു. പണിയാൻ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് പഠിക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ എന്നെ ഒരുപാട് തള്ളി. ആ വീടും മറ്റും അവരുടെ പേരിലാണെന്ന് എന്നെ ഇറക്കി വിടുന്നു. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുമെന്നും പറഞ്ഞു. എനിക്ക് കഴിക്കാൻ ആഹാരം പോലും തന്നില്ല. ഉള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ജോലിക്ക് പോകാനായിട്ട് അന്ന് ഇറങ്ങിയതാ. പക്ഷേ വാക്കുകൾ പൂർത്തിയാവാതെ കരഞ്ഞു. പക്ഷേ ആ സങ്കടത്തിനൊരു സന്തോഷമുണ്ടായിരുന്നു. നാളുകളായി മനസ്സിൽ കൊണ്ടുവരുന്ന സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഒരാളെ കിട്ടിയത്. അവൻ അവളെ തന്നെ നോക്കിയിരുന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. താങ്ക്സ്. അവൻ എന്തിനെന്നുള്ള രീതിയിൽ അവളെ നോക്കി. തലേ ദിവസം രാത്രി അവർ കാണാതെ കുറച്ച് ചോറെടുത്ത് കഴിച്ചതിന് എന്നെ ഒരുപാട് തല്ലി. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ചോറ് പോലും നിലത്തേക്ക് ചവിട്ടി. എനിക്ക് ശരിക്കും വിശന്നിട്ട സ്വന്തം വീട്ടിൽ നിന്ന് പോലും മോഷ്ടിച്ച് കഴിച്ച്. അതിനവരെന്നെ കള്ളിയെന്ന് വിളിച്ചു. ചട്ടുകം വെച്ച് കൈകളിൽ പൊള്ളിച്ചു. അവൾ കൈകൾ നീട്ടി കയ്യേറ്റം വരെയുള്ള ടോപ്പ് പൊക്കി കൈ അവന് നേരെ കാണിച്ചു. കയ്യിലെ തൊലി പോയി ഡ്രസ്സ് കൊണ്ടുവരഞ്ഞതിനാൽ ചോര പൊടിയുന്നുണ്ട്. അവൻ ചാടി എഴുന്നേറ്റ് അവളുടെ കൈകളിൽ പിടിച്ചു. നീ എന്നിട്ടെന്ന് എന്നോട് പറയാതിരുന്നേ? വാ, ഹോസ്പിറ്റൽ പോ. ഇങ്ങനെ ഇരുന്ന് ആ മുറിവ് പഴുക്കും. അവൻ്റെ ആകുലത നിറഞ്ഞ സംസാരത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. അവൻ അവളെ നോക്കിയപ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രയാണ് കാണുന്നത്. അപ്പോഴാണ് അവന് താൻ എന്താണ് ചെയ്തതെന്ന് ഓർമ്മ വന്ന്. അവൻ അവളുടെ കൈകളെ മോചിപ്പിച്ചു. കസേരയിൽ വന്നിരുന്നു. അവൾ നോക്കിയില്ല. പക്ഷെ അവളുടെ നോട്ടം തന്നിലാണെന്ന് അവൻ മനസ്സിലായി. അകത്ത് പോയി റെസ്റ്റ് എടുത്തു. അവളൊന്നും മിണ്ട അകത്തേക്ക് കയറിപ്പോയി. കട്ടിൽ വെച്ചിരുന്ന മരുന്നെടുത്ത് കഴിച്ചു. കണ്ണുകൾ അടച്ചു. തന്നെ താങ്ങാനെന്ന പോലെ അവൻ്റെ കൈകളെ കണ്ട് അവൾ പുൻസിരിയാൽ ഉറക്കത്തിലേക്ക് വീണു. അവളുടെ വേദനകൾ കേട്ടപ്പോൾ താൻ അനുഭവിക്കുന്ന അനാഥത്വം ഒന്നുമല്ലെന്ന് തോന്നുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം കട്ടു തിന്നുന്ന അവസ്ഥ. അവൻ കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സന്ധ്യ കഴിഞ്ഞു. അവൾ എഴുന്നേറ്റു. വയറിനൊക്കെ ഒരു വേദന. 2 ദിവസത്തിന് ശേഷം ആഹാരം കഴിച്ചുകൊണ്ടാവാം. ഒന്ന് കുളിക്കണം. ഇന്നലെ മുതൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സാണ്. വേറെ ഒന്നും കയ്യിലില്ല. ആകെയുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ് മാത്രമാണ്. മുമ്പിലെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. അവനവിടെ കാണുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു. അവിടെ കസേരയിൽ ചാരിയെന്ന് ഉറങ്ങുന്നവനെ കാണെ പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു. കുഞ്ഞുകുട്ടികളുടെ നിഷ്കളങ്കതയോട് ഉറങ്ങുന്നു. അവളവനെ തോണ്ടി വിളിച്ചു. അതേ, ഏയ്. അവൻ തല മറ്റൊരു വശത്തേക്ക് ചെരിച്ച് ഞെരങ്ങി മൂളി. എനിക്ക് കുളിക്കണം.
ഡ്രസ്സൊന്നുമില്ല. മുറി തൻ്റെ കുറേ ഡ്രസ്സ് കിടപ്പുണ്ട്. ഞാനൊരെണ്ണം എടുത്തോട്ടെ? ഇത് കഴുകിയുണങ്ങുമ്പോൾ കഴുകിത്തരാം. അവൻ ഉറക്കത്തിൽ തന്നെ അവൾക്കുള്ള മറുപടി നൽകി. അവൾ അവനെ നോക്കി അകത്തേക്ക് കയറി മുറിയിൽ നിന്ന് അവൻ്റെ ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തു. ഇതെല്ലാം ബ്ലാക്ക് ആണല്ലോ. ഇയാൾക്ക് ആരെങ്കിലും ബ്ലാക്കിൽ കൈവശം കൊടുത്തിട്ടുണ്ടോ? ഒരു കാവ്യമുണ്ട് എടുത്ത് അടുക്കള പുറത്തേക്ക് നടന്നു അടുക്കള നോക്കി. എൻ്റെ മഹാദേവ, ചേരക്കുഞ്ഞിനെ കാണാതിരുന്നാൽ മതിയായിരുന്നു. മാറാല പിടിച്ച് അടുപ്പിലേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട് അവൾ ആത്മഗതിച്ച്. ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു. അതുമാത്രം നല്ല വൃത്തിയായി കിടപ്പുണ്ട്. അവൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് കുളിച്ചു. തണുത്ത വെള്ളം ദേഹത്തേക്ക് ചാടുമ്പോൾ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയായി നീറി. അവൾ അവൻ്റെ ഷർട്ടും കൊണ്ടുകൊടുത്ത് പുറത്തേക്ക് വന്നു. ബാത്റൂമിൽ വെച്ച് നനച്ച അവളുടെ ഡ്രസ്സ് അയയിലേക്ക് ഇട്ടു. അടുക്കളയിലേക്ക് കയറി പൊഴിഞ്ഞു തീരാറായ ഒരു ചൂല് കൊണ്ട് അടുക്കള തൂത്തുവാരി. അടുക്കളയിൽ തട്ടുമുട്ടും കേട്ടാണ് കാശി കണ്ണുകൾ തുറന്ന് ഇരുട്ടി തുടങ്ങി. ഉറക്കത്തിൽ എപ്പോഴോ അവൾ അടുത്തു വന്ന പോലെ തോന്നി. അവൾ എന്നോട് എന്തൊക്കെയോ ആവശ്യപ്പെട്ട പോലെ. ഞാൻ അതിനൊക്കെ സമ്മതം മൂളിയതുപോലെയൊക്കെ സ്വപ്നം കണ്ടു. അടുക്കളയിലേക്ക് കയറി കാശി അവളെ കണ്ട് തരിച്ചു നിന്നു. തൻ്റെ ഷർട്ടിനുള്ളിൽ കയറി നിൽക്കുന്ന അവളെ കണ്ട് അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അവളെപ്പോലെ രണ്ടുപേർക്കും കൂടി അതിനുള്ളിലേക്ക് കയറാം. മുണ്ട് മടക്കി കുത്തി അടുക്കളയിലെ മാറാല കളയുകയാണ്. താൻ വന്നുപോലും അറിഞ്ഞിട്ടില്ല. മുട്ടിന് കീഴ്പോട്ട് നഗ്നമായ അവിടെ വെളുത്ത കാലുകൾ നോക്കി. അവിടെ ഇവിടെയായി ഈർക്കിൽ കൊണ്ട് മുറിഞ്ഞ പാടുകൾ. കാലിൽ ആണി കൊണ്ട് മുറിഞ്ഞ മുറിവിൽ നിന്ന് ചോര പൊടിയുന്നുണ്ട്. അവൾ ഞെട്ടി പുറകിലേക്ക് വേയിച്ച് കയ്യിലെ ചൂല് താഴേക്ക് വീണു. അവനെ കണ്ട് അവൾ പേടിച്ചു. ഞാൻ ആകെ മുഷിഞ്ഞ് ഒന്ന് നന്നാക്കാൻ. പേടിച്ചിട്ട് വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല. എൻ്റെ വീട് എങ്ങനെയാണോ അങ്ങനെ കിടന്നാൽ മതി, കൂടുതൽ നന്നാക്കാൻ ഇറങ്ങണ്ട. അവൾ മനസ്സിലായെന്നുള്ള രീതിയിൽ തലയാട്ടി. അവൻ അവൾ മൊത്തത്തിൽ കണ്ണോടിച്ച് നോക്കി. അവൾ മടക്കി കുത്തിയ മുണ്ടുപതി അഴിച്ചിട്ട് അവൻ അവളെ രൂക്ഷമായി നോക്കി. നീ ആരോട് ചോദിച്ചിട്ടാ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടേ? അവൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ അവൾ പേടിച്ച് പുറകിലേക്ക് നീങ്ങി. അത് ഇയാൾ പറഞ്ഞിട്ടല്ലേ? അവൻ്റെ നേരെ കൈ ചൂണ്ടി അവൾ പറയുന്ന കേട്ടപ്പോഴാണ് അവന് ബോധം വന്നത്. ഉറക്കത്തിൽ താൻ സ്വപ്നം കണ്ടതല്ലെന്നുള്ള കാര്യം. അവൻ അവളോട് അകത്തേക്ക് അരിപ്പോവാൻ പറഞ്ഞു. അടുക്കള പണിയൊന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞു അവൾ അകത്തേക്ക് പോയി. അവൻ കുളിക്കാനും പോയി. അവൻ കുളി കഴിഞ്ഞിറങ്ങി അടുക്കള വൃത്തിയാക്കി ഹാളും വൃത്തിയാക്കി. അവൾ കൂടാൻ വന്നപ്പോൾ അവൻ ദേഷ്യപ്പെട്ട് നോക്കിയപ്പോഴേ സ്ഥലം വിട്ടു. അവൾക്ക് വയറും നടുവ് ഒരുപോലെ വേദനിക്കാൻ തുടങ്ങി. ദൈവമേ, പണി പാളല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് മതി പ്ലീസ്. അവളാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ബാത്റൂമിലേക്ക് പോയി. എല്ലാം വൃത്തിയാക്കി അടുക്കളപ്പുറത്ത് ചൂലും വെച്ചവൻ തിരിഞ്ഞകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഷൂ ഷൂ എന്ന് കേട്ടത്. അവൻ പാമ്പാണെന്ന് ഇത് ചുറ്റും നോക്കി. ഒന്നും കാണാനായിട്ട് തിരിച്ചേറാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കേട്ടു. അതേ, ബാത്റൂമിൽ നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് അവനെ വിളിക്കുന്ന അവളെ കണ്ട് അവൻ അവളെ നോക്കി പേടിപ്പിച്ചു. എന്നാടി? അത് പിന്നെ എന്നാ, അവിടെ വല്ല പാമ്പുണ്ടോ? ഇല്ലെന്ന് അവൾ തലയനക്കി. പിന്നെ എന്നാ, വേഗം അകത്തേക്ക് കയറി വാ. അവൻ തിരിഞ്ഞകത്തേക്ക് നടന്നു. അതെ, നിനക്ക് എന്നാ വേണ്ടേ? അവൻ കുറച്ച് കനപ്പിച്ചതിനെ ചോദിച്ചു. അവൾ തല താഴ്ത്തി. എനിക്ക് ഡേറ്റായി. അവൻ മനസ്സിലാവാതെ അവൾ നോക്കി. ഇന്ന് 6-ാം തീയതിയല്ലേ? കറക്റ്റായില്ലേ? വരാൻ നോക്ക്. അതെ, ആ ഡേറ്റ് അല്ല. പിന്നെ ഏത് ഡേറ്റ് എന്നുള്ള രീതിയിൽ അവൻ അവളെ നോക്കി. അവൾക്കാണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ. അത് എല്ലാ മാസവും വരാറുള്ള ഡേറ്റായി. ടെൻഷൻ കാരണം നേരത്തെ ഡേറ്റ് ആയതാ. എൻ്റെ കയ്യിൽ സാധനമില്ല, ഒന്ന് മേടിച്ചുകൊണ്ട് തരുമോ? അവൾ തലതാഴ്ത്തി കണ്ണു നിറച്ച്. ഒരു പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ അവൻ കാണുകയായിരുന്നു. അവൻ മേടിച്ചുകൊണ്ട് വരാന്നുള്ള രീതിയിൽ തലയാട്ടി അകത്തേക്ക് പോയി. പോയതിൽ സ്പീഡിൽ തിരിച്ചു വന്നു. അതിൻ്റെ പേരെന്താ? എത്ര എണ്ണ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ ചോദിച്ചു. വിസ്പർ 2 പാക്കറ്റ്. അവൻ മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. മുന്നിലെ വാതിൽ പൂട്ടി ഇറങ്ങി. അവൾ ബാത്റൂമിൽ നിന്ന് അകത്തേക്ക് വന്ന് വാതിലടച്ച് അകത്തിയിരുന്നു. തന്നെ പതിവില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ കണ്ട് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. അതെല്ലാം കാണെ ദേഷ്യത്തിന് പകരം സന്തോഷമാണ് തോന്നിയത്. ആരുമില്ലാത്തവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, അത് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് ഓർത്ത്. ചേട്ടാ, 2 പാക്കറ്റ് വിസ്പർ. അവനൊരു നാണമില്ലാതെ പറയുന്ന കേട്ടാണ് തോന്നുന്നു. കടക്കാരൻ അവൻ തുറിച്ചു നോക്കി. ഇവിടെ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോളാം. അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ വേഗം തന്നെ കടക്കാരൻ അത് എടുത്തു നൽകി. അവനതിന് പൈസയും കൊടുത്തു. ആരുടെയും വാക്കുകൾ കേൾക്കാതെ അവൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയി. കെട്ടിയിട്ടില്ല, അതിനുപോയി വാങ്ങി തുടങ്ങി. അല്ല, 2ന്റെ ആക്രാന്തം കണ്ടല്ലേ? ആ കൊച്ചിൻ്റെ കാലിലൂടെ ചോര വരെ വന്നു. മോശം, നാണം കെട്ട വർഗ്ഗങ്ങൾ. ഞാൻ ഇതിനു മുമ്പേ അവരെ പല സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതും ഇതിനും മോശമായി. അവർക്ക് വേണ്ട അവർ തന്നെ നെയ്തു കൂട്ടി. അവൾക്ക് നാപ്കിൻ കൈമാറുമ്പോഴും അവളവനെ നോക്കിയില്ല. അവന് അവളെ നോക്കാൻ മടി പോലെ തോന്നി. ആ രാവും കടന്നുപോയി.
രാവും പകലും മാറി മാറി കടന്നുപോയി. അവൾ അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുകൂടാൻ നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ അവൾ പറയുന്ന മോളി കേൾക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അവൾ അത് കാണുമ്പോഴേക്കും മിണ്ടാതിരിക്കും. ഇപ്പോൾ അതൊരു വീട് പോലെ തോന്നി. അവൻ അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങി നൽകി, ആവശ്യത്തിന് വേണ്ട വീട്ടു സാധനങ്ങളും. വലിയേട്ടാ ഒന്ന് നിന്നേ. അവൻ്റെ ബൈക്കിന് മുമ്പിലേക്ക് സൈക്കിൾ നിർത്തി 15 വയസ്സുകാരി ഇറങ്ങി. അവന് നേരെ കൈകൾ നീട്ടി. ഞാൻ കാവ്യ വലിയേട്ടാ. എന്തോ അവിടെ വലിയേട്ട എന്നുള്ള വിളിയും നീട്ടിയ കൈയും കണ്ടപ്പോൾ അവൻ അവൾ കൈകൾ നൽകി. എന്നെ എൻ്റെ കുഞ്ഞേച്ചിയെ കെട്ടുന്നേ. അവൻ്റെ കനപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ അവൾ നാക്കടിച്ചു. എനിക്കറിയാം എൻ്റെ കുഞ്ഞേച്ചി പാവ, അതിനെ പഠിപ്പിക്കാൻ വിടണേ. എൻ്റെ അമ്മ ഭയങ്കര സാധനോ. കുഞ്ഞേച്ചി കൊണ്ട് വീട്ടുപണി മുഴുവൻ ചെയ്യിപ്പിക്കും. എന്നിട്ടോ ഒന്നും കഴിക്കാൻ കൊടുക്കില്ല, ആവശ്യമില്ലാതെ തല്ലുകയും ചെയ്യും. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായി അമ്മയെ പോലെയല്ല മോളെന്ന്. അവൻ ബൈക്കിൽ കൈകുത്തി താടിക്ക് കൈ കൊടുത്ത് അവളുടെ സംസാരം കേട്ടു. അവളെ പഠിപ്പിക്കാൻ വിടണോട്ടോ, നന്നായിട്ട് പഠിക്കും. പിന്നെ അവൾ ചുറ്റിന് നോക്കി. എന്നിട്ട് അവനോട് അടുത്തേക്ക് വരാൻ കണ്ണുകൊണ്ട് കാണിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് തല നീട്ടി. അവൾ അവൻ്റെ ചെവിയിലേക്ക് മുഖമടുപ്പിച്ചു. ഞാൻ കൊട്ടേഷൻ തരാം, എൻ്റെ അമ്മക്കിട്ട് 2 ഇടി കൊടുക്കുവോ? അവൻ കൈ നീട്ടി അടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ ഓടി സൈക്കിൾ കയറി അവന് ടാറ്റ കൊടുത്തു. സൈക്കിൾ ചവിട്ടി മുന്നിലേക്ക് പോയി. കുറച്ചു ദൂരം പോയി സൈക്കിൾ നിർത്തി തിരിഞ്ഞു. അവളെ അങ്ങോട്ട് കെട്ടിക്കൂടെ കാശിനാഥ, ആളൊരു പാവ. തന്നെ പൊന്നുപോലെ മൂക്കൊണ്ട് ക്ഷാ ഞാൻ വരപ്പിച്ചോളും. അവന്റെ അടുത്ത വിളിക്ക് ചെവി കൊടുക്കാതെ അവന് ഫ്ലൈയിങ് കിസും കൊടുത്ത് സൈക്കിൾ ചവിട്ടി പോയി. അവന് ചുറ്റും ആരൊക്കെ ഉള്ളതായി അവന് തോന്നി തുടങ്ങി. അവന് സ്നേഹിക്കാൻ ആരൊക്കെ ഉള്ളതായി. ഡോ ചോറ് വേണ്ടേ? അവന്റെ മുറിയിലേക്ക് വന്നിട്ട് അവൾ ചോദിച്ചു. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം, എന്നെ ഊട്ടാൻ നിൽക്കണ്ട. അവൻ പറയുന്നിട്ട് അവൾ ചുണ്ടുപൊട്ടി അടുക്കളയിലേക്ക് പോയി. അവൾ മേശമേൽ ഭക്ഷണമായി വന്നപ്പോൾ അവനും വന്നു. അവനുള്ള ഭക്ഷണം അവൾ തന്നെ വിളമ്പി നൽകി. അവളും കഴിക്കാനിരുന്നു. നീ ഡിഗ്രി അല്ലേ പഠിച്ചേ? ആ, ഹിസ്റ്ററി. ഇനി PG ചെയ്യാനാണോ? ആയിരുന്നു. ഇനി ജോലി നോക്കണം. എത്രയാന്ന് വെച്ചാ? ഇപ്പൊ PGയുടെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ഞാൻ നിന്നെ പഠിപ്പിക്കാം. അവൾ പറഞ്ഞ മുഴുവനാക്കാതെ അവൻ പറഞ്ഞു കേട്ടിട്ട് അവളുടെ നെറുകിൽ ആഹാരം കയറി ചുമച്ചു. അവൻ അവിടെ തലക്കിട്ട് കൊട്ടി വെള്ളം കൊടുത്തു. പയ്യത്തിന്ന് നിനക്കെന്നെ ഉള്ളതാ. അവൾ അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ കരുതലും ദേഷ്യവും അവൾക്ക് അവളുടെ അച്ഛന് ഓർമ്മ വന്നു. അവൻ അവൾക്ക് വെള്ളം നൽകിയിരുന്നു. കഴിക്കാൻ തുടങ്ങി. നമുക്ക് അടുത്ത ദിവസം തന്നെ പോയി അഡ്മിഷന്റെ കാര്യം നോക്കാം, വൈകിപ്പിക്കണ്ട. താൻ ശരിക്കും പറയുന്നതാണോ അതോ എന്നെ കളിപ്പിക്കുന്നതാണോ? കാശി വെറുമാക്ക് പറയാറില്ല. അത്രയും പറഞ്ഞ് അവൻ ആഹാരം കഴിക്കൽ തുടർന്നു. അവൾ അവനെ തന്നെ നോക്കിയിരുന്നല്ല ഒന്നും കഴിച്ചില്ല. അവൾക്ക് സംരക്ഷണം നൽകുന്നവനെ തന്നെ ആരാധനയോടെ നോക്കി. അതിലപ്പുറം അവനോടൊരു വികാരവും തോന്നാതെ. താനെന്താ പഠിച്ചേ? നീ പഠിക്കാൻ പോയാൽ മതി, പഠിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോടെ? അവൻ കഴിച്ചു കഴിഞ്ഞ് പാത്രം എടുത്തുകൊണ്ട് അടുക്കളപ്പുറത്തേക്ക് നടന്നു. അവൾ അവൻ്റെ പുറകെ തന്നെ പോയി. അവൻ കഴിച്ച പാത്രം മേടിച്ച് കഴുകി അവൻ പുറത്തേക്ക് പോയി. അവൻ്റെ ബൈക്ക് മുറ്റം കടന്ന് പോകുന്ന നോക്കി ആരാധനയോട് അവൾ നിന്നു. അവർ കോളേജിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. വീട്ടിൽ നിന്ന് പോയി വന്ന് പഠിക്കാൻ അടുത്തുള്ള കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അവൾക്ക് കോളേജിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവൻ തന്നെ വാങ്ങി നൽകി. ഒന്നിനൊരു കുറവും വരുത്താതെ അവൾ എത്രത്തോളം സന്തോഷത്തോടെ നിർത്താമോ അതെല്ലാം അവൻ നൽകി. അവളുടെ പോക്കും വരും എല്ലാവരും കണ്ട് കളിയാക്കുമെങ്കിലും അവരതൊന്നും ഗൗനിച്ചില്ല. ഞായറാഴ്ച അവളുടെ ആഗ്രഹപ്രകാരം അമ്പലത്തിലേക്ക് വന്നാണ് രണ്ടുപേരും. അവനവളും കണ്ണുകളടച്ച് കാര്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ അവനെ ഉളിയണ്ണിട്ട് നോക്കും. അവൻ അതൊന്നും അറിയാതുള്ള പ്രാർത്ഥനയിലാണ്. നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. താനെന്തോ ഇത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിച്ചേ? അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി. അവൾ അതിന് വെളുക്കെ ചിരിച്ചു കാണിച്ച്. ഞാൻ നിനക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ. എനിക്ക് വേണ്ടിയോ? എന്താ പ്രാർത്ഥിച്ചേ? അവളുടെ കണ്ണുകളിലെ തിളക്കം അവന് പുതിയൊരു ഉണർവായിരുന്നു. അതോ, നീ പഠിച്ച് നല്ല ജോലിയൊക്കെയായി സമ്പാദിച്ച്. എന്നിട്ടെന്താ? നിനക്ക് സ്ത്രീധനത്തിന് വേണ്ട നീ തന്നെ ഉണ്ടാക്കണം, ഞാൻ കല്യാണം നടത്തിത്തരും, അത്രമാത്രം. അവൻ വളരെ ലാഘവത്തോടെ പറഞ്ഞിട്ട് പോകുന്ന കേട്ട് അവൾ അനങ്ങാൻ നിന്നു. ഒന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ നടന്നുകൊണ്ടിരിക്കുന്നു. അവൾ അവൻ്റെ അടുക്കലേക്ക് ഓടി. അവനെ പിടിച്ച് അവളുടെ അഭിമുഖം നിർത്തി. അപ്പം അതിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചേ? ആടി, പിന്നെ എല്ലാ കാലവും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നീ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കും നിനക്കും അറിയാം. നിന്നെ മനസ്സിലാക്കി വരുന്ന ഒരാൾക്ക് നിന്നെ കൈപിടിച്ച് ഏൽപ്പിക്കണം. അതോടെ എൻ്റെ ഉത്തരവാദിത്വം തീരും. അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതവൻ കാണാതിരിക്കാൻ അവൾ തല താഴ്ത്തി. എടോ, എനിക്കൊരു 20 രൂപ തന്നേ. എന്തിനാ? താ. അവൻ അവൾക്ക് 20 രൂപ കൊടുത്തു. അവൾ അവൻ്റെ കയ്യിലേക്ക് ഇലച്ചി നൽകി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ശ്രീകോവിനുള്ളിലേക്ക് നടന്നു. മഹാദേവന് നേർച്ചക്കുട്ടിയിലേക്ക് ആ പൈസ ഇട്ടു. കണ്ണുകൾ അടച്ചു. ദേ മഹാദേവ, അങ്ങനെയൊക്കെ പറയും. 10 രൂപയെ നേർച്ചിട്ട് ഞാൻ അതിലും കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നടത്തി തന്നെ ആദ്യം, എന്നിട്ട് മതി അങ്ങേരുടെ. ഞാൻ പഠിച്ച് ജോലി വാങ്ങുമ്പോഴേക്കും അങ്ങേർക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നിയേക്കണേ.
ബാക്കി ഞാൻ നോക്കിക്കോളാം. ആദ്യമായിട്ടല്ലേ ഒരു ആഗ്രഹം പറയുന്നത്, നടത്തി തന്നേക്കണേ. ആരാധന തോന്നി എപ്പോഴും അങ്ങനെ പെരുത്ത് ഇഷ്ടമായി. അതുകൊണ്ടാ തന്നേക്കണേ എനിക്ക് ആ കാശിനാഥനെ. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കാവ്യയോട് ചിരിച്ചു വർത്തമാനം പറയുന്ന കാശി അവൾ നോക്കി നിന്നു. കാവ്യയുടെ കുഞ്ഞേച്ചി എന്ന വിളിയാണ് അവളെ തിരിച്ചുകൊണ്ടെന്ന് അവൾ കാവ്യയോട് സംസാരിച്ചു. ഞാൻ പോവാട്ടോ വലിയേട്ടാ. കുഞ്ഞേച്ചി, അമ്മക്ക് 2 ദിവസമായിട്ട് വയ്യ. ഞാൻ ചെന്നിട്ട് വേണം കഞ്ഞിയും കറി ഉണ്ടാക്കാൻ. ആശുപത്രി പോയില്ലടാ വാവേ, ഇപ്പൊ കുറവുണ്ടോ? അവളുടെ ആകുലം നടന്ന സംസാരം കേട്ട് കാശി അവളെ നോക്കി. ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ അവരെക്കുറിച്ച് തിരക്കാൻ കഴിയുന്നെന്ന് അവൻ ഓർത്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. പോട്ടെ, ടാറ്റാ. അവൾ സൈക്കിൾ ചവിട്ട് അകലിൽ നിന്ന് നോക്കി നിന്നു. ഏയ്, നീ വരുന്നുണ്ട്, കയറ്. അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി. അവൻ അവളെ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. തൻ്റെ ആഗ്രഹം എത്രയും വേഗം നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പോയതാണ്. ദൈവം വേഗം നടത്തി തരൂ കേട്ടോ. അവൻ തലയാട്ടി. അവളോട് കയറാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. അവൾ ബൈക്കിന്റെ പുറകിൽ കയറി. ബൈക്ക് കാറ്റിനെ വകഞ്ഞ് മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അവൾ പതിയെ അവന്റെ പുറകിൽ തൂണ്ടി. എന്നാടി? വാവ പറഞ്ഞില്ലേ എന്നെ പഠിപ്പിക്കാൻ പറ്റണമെന്ന്? ആ, പറഞ്ഞിരുന്നു. പിന്നെയും വണ്ടി മുന്നിലേക്ക് കുതിച്ചു. രാത്രി 12:30 കഴിഞ്ഞു. ജനലിലൂടെയുള്ള തണുത്ത കാറ്റിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളച്ചു കയറി. അവൾ ജനൽ തുറന്നു നോക്കി. കട്ടമുല്ല നല്ലപോലെ പൂത്തിട്ടുണ്ട്, ചിലത് വിരിയുന്നുണ്ട്. അതിൻ്റെ മണം മന്ദമാരുതം വഹിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നു. ആ പൂക്കൾക്ക് ഭംഗിയേകാൻ നിലാവും നക്ഷത്രങ്ങളും മിന്നാമിനുങ്ങളും. അവൾ വാതിൽ തുറന്ന് അവൻ്റെ മുറിയിലേക്ക് നടന്ന് വാതിൽ മുട്ടി. അവൻ വാതിൽ തുറക്കാനായിട്ട് വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു. അവൻ കണ്ണുകൾ തുറന്നു. തുടരെയുള്ള മുട്ടുകേട്ട് ചാടി എഴുന്നേറ്റു. അവൾക്ക് എന്തോ പറ്റിയെന്ന് തോന്നി വെപ്രാളപ്പെട്ട് കതക് തുറന്നു. എന്താ രുദ്ര, എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? അവളുടെ മുഖത്തെ കൈക്കൊമ്പിളിയെടുത്ത് ആകുലതയോടെ ചോദിക്കുന്ന അവനെ അവൾ പ്രണയാർദ്രമായി നോക്കി നിന്നു. അവനും ഒരു വേള അവളുടെ കണ്ണുകളിൽ നോക്കി നിന്നു. പെട്ടെന്ന് അവൻ അവളുടെ മുഖത്ത് നിന്ന് കൈകളെ മോചിപ്പിച്ചു. അവൾ അവനിൽ നിന്ന് അകന്നു മാറി. എന്തിനാ വിളിച്ചേ? അതോ, വാ കാണിച്ചു തരാം. അവൾ മുറ്റത്തേക്കുള്ള ലൈറ്റ് ഇടാതെ അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. കാലുകൾ കൊണ്ട് ഏങ്ങി അവൻ്റെ കണ്ണുകളെ അടച്ചു. ആഞ്ഞു മണത്ത് നോക്കിയേ. നീ എന്താ ഈ പറയുന്നേ? മണത്ത് നോക്കിയടോ. അവൻ ചുറ്റുമുള്ള ഗന്ധം മൂക്കിലേക്ക് ആവാഹിച്ചു. അതിലാദ്യം അവൻ്റെ നാസികയെ തുളച്ചു കയറിയത് അവളുടെ ഗന്ധമാണ്. തൻ്റെ നെഞ്ചൊപ്പം മാത്രം പൊക്കമുള്ള അവളുടെ തലയിലിട്ടിരിക്കുന്ന രാസ്നാദിപ്പൊടിയുടെ ഗന്ധം അവൻ്റെ നാസികയിൽ തുളച്ചു കയറി. അവനത് ആവോളം ആസ്വദിച്ചു. കിട്ടുന്നുണ്ടോ? അവളുടെ വാക്കുകൾ അവനെ സ്വഭാവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവൻ അവളുടെ കൈകൾ അയച്ച് അവളെ രൂക്ഷമായി നോക്കി. അവൾ കണ്ണുകൾ കൊണ്ട് മുറ്റത്തേക്ക് നോക്കാൻ പറഞ്ഞു. അവൻ മുറ്റത്തേക്ക് നോക്കി. പടർന്നു കിടക്കുന്ന കാട്ടുമുല്ല പൂവിട്ടിരിക്കുന്നു. അതിന് കൂട്ടായി നിലാവ്. ഒരു വേള അതിൽ നോക്കി നിന്നു. അവളോട് ഒരൊറ്റ അലർച്ചയായിരുന്നു. ഇതിനാണോടി മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ്? അവൾ ഞെട്ടി അവനെ നോക്കി. എന്നിട്ട് ചുണ്ടുകൂട്ടി. മനുഷ്യനെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും, ഇതിനൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. അവൾ മുറുമുറുത്തു. കയറി പോടിയകത്ത്. അവൻ്റെ ആജ്ഞയിൽ പെണ്ണ് അകത്തേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. അവൻ മുറ്റത്തെ മുല്ലയെ നോക്കി വാതിൽ മടച്ച് അകത്തേക്ക് നടന്നു. അവളുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ വെട്ടം തെളിഞ്ഞു നിൽക്കുന്ന കണ്ട് അങ്ങോട്ടേക്ക് പോയി. ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. നാളെ ക്ലാസ്സിൽ പോയി ഉറക്കം തൂങ്ങാണ്ട് കിടക്കാൻ നോക്കടി. അവൻ്റെ അവസാനത്തെ ആജ്ഞയും കേട്ടിട്ട് അവൾ ലേറ്റ് അണച്ച് കിടന്നു. അവനും കണ്ണുകൾ അടച്ചു. ദിവസങ്ങൾ ശരവേഗത്തിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അവൾ കോളേജിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവന് ചെവി തല കേൾപ്പിക്കാതെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അവനിപ്പോൾ അവളുടെ കുറുമ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാവ്യയിടയ്ക്ക് കാണും. അവളുടെ മുഖത്തും അടുത്തിടെ ഒരു കുഞ്ഞു വിഷമമുണ്ട്. സമയമാകുമ്പോൾ ചോദിക്കാമെന്ന് കരുതി അവൻ അവളെ ചോദിച്ചില്ല. കോളേജ് വിട്ടു വന്നിട്ട് ഒരുപാട് സമയമായിട്ടും കാശിയെ കാണാതെ വന്നപ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി. സമയം ഓടിക്കൊണ്ടേയിരുന്നു. അകാരണമായി അവളുടെ ഇടനെഞ്ച് ഇടിച്ചുകൊണ്ടേയിരുന്നു. ഇന്നലെ തൊട്ട് അവൻ വല്ലാതെ മൂഡ് ഓഫ് ആയിരുന്നു. ചോദിക്കാൻ ചെന്നപ്പോഴൊക്കെ വഴക്കും പറഞ്ഞുകൊണ്ടിരുന്നു. വരേണ്ട സമയം കഴിഞ്ഞു. പ്രകൃതി ഇരുട്ടിൻ്റെ മുഖം മൂടി അണിഞ്ഞു. അവൾ വാതിലെല്ലാം അടച്ചു. ഹാളിലെ കുഞ്ഞു മഹാദേവന്റെ പടത്തിനരികെ വന്ന് നിന്ന് കണ്ണുകൾ അടച്ചു. കാശിയേട്ടനൊന്നും വരുത്തിയേക്കരുതേ ദൈവേ, എനിക്ക് ഈ ലോകത്ത് ആകെയുള്ള അവകാശിയാണ്. തുടരും. ഈ